പ്രിയമുള്ളവരെ, രാഷ്ട്രീയത്തിലെ താരാരാധനയും വ്യക്തിയാരാധനയും കുറിച്ചുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നതിന് പ്രേരകമായത് അടുത്ത കാലത്ത് കോൺഗ്രസിലെ മുതിർന്ന നേതാവായിരുന്ന അഹമ്മദ് പട്ടേലിൻ്റെ മകൻ ഫൈസൽ അഹമ്മദ് പട്ടേൽ നടത്തിയ ചില പരാമർശങ്ങളാണ്. കോൺഗ്രസിലെ കുടുംബവാഴ്ച അവസാനിക്കേണ്ടതാണെന്നും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും അടക്കമുള്ളവർ നേതൃസ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണെന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ ശ്രീ ഫൈസൽ പട്ടേൽ പ്രകടിപ്പിക്കുകയുണ്ടായി. ജനാധിപത്യത്തിന് ഭീഷണിയാണ് ഈ വ്യക്തി ആരാധന. 1949 കൃത്യമായി പറഞ്ഞാൽ 1949 നവംബർ 6 ഭരണഘടന സമർപ്പിച്ചുകൊണ്ട് അംബേദ്കർ പറഞ്ഞത്, നല്ലൊരു ഭരണഘടന ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മുടെ ജനാധിപത്യം നന്നാകണമെന്നില്ല. ജനതയുടെ ഭരണഘടനാ മൂല്യബോധമാണ് ജനാധിപത്യത്തെ കാത്തുരക്ഷിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നാണ് അംബേദ്കർ ഉപയോഗിച്ചത്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അഥവാ ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടുന്ന 3 സന്ദർഭങ്ങൾ അദ്ദേഹം എടുത്തു കാണിക്കുന്നുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഹീറോ വർഷിപ്പ് എന്ന് പറയുന്ന ഇന്ത്യക്കാരുടെ പൊതുവായ ഒരു മനോദൗർബല്യത്തെക്കുറിച്ചാണ്. ഗാന്ധിയും നെഹ്റുവൊക്കെ ഇന്ത്യയിൽ പല ഘട്ടങ്ങളിലും ആരാധിക്കപ്പെട്ടിരുന്നെങ്കിലും അത് ആവശ്യപ്പെട്ടിരുന്നവരല്ല. ഈ അധികാരം ഉള്ളവരും രാജാവും ദൈവവുമൊക്കെ ഒന്നാകുന്നത് കവിഭാവനയാണ് എന്ന് പരിഹസിച്ച് തള്ളാവുന്ന ഒന്നല്ല. സ്വതന്ത്ര ഇന്ത്യയിൽ അതിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ കാണുന്നത് ഏതാണ്ട് 80കളിലാണ്. 71 പാകിസ്ഥാൻ യുദ്ധത്തിൽ വിജയത്തിന് ശേഷം 72 സിംല കരാറിന് ശേഷം ഇന്ദിരാഗാന്ധി വളരെ പ്രബലയാവുകയാണ്. ഇന്ദിരാഗാന്ധി പ്രബലയാകുന്നതോടുകൂടി അതിൻ്റെ അനുബന്ധമായി വരുന്ന കാഴ്ച, ഇന്ദിരാഗാന്ധിയുടെ കെയർ ഓഫിൽ മകൻ സഞ്ജയ് ഗാന്ധി അധികാരിയാകുന്നു. അധികാരി പിന്നെ ദൈവമാകുന്നു. സഞ്ജയ് ഗാന്ധി ആരാധിക്കപ്പെടുകയാണ് പിന്നെ നടക്കുന്നത്. സഞ്ജയ് ഗാന്ധി ദൈവമായതോടുകൂടി അയാളുടെ തോന്നിയാസങ്ങൾ ചോദ്യം ചെയ്യാൻ ആരുമില്ലാതെയായി. പിന്നെ എന്തൊക്കെയാണ് അയാൾ ചെയ്തു കൂട്ടിയതെന്നത് ചരിത്രമാണ്. 1975 ജൂൺ 25 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഒരു വർഷക്കാലം പിന്നെ സഞ്ജയ് ബ്രിഗേഡിൻ്റെ തേർവാഴ്ചയായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് കാര്യമായ റോളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അന്ന് പറയപ്പെട്ടിരുന്നത്. സഞ്ജയ് ഗാന്ധിയുടെ കിച്ചൺ ക്യാബിനറ്റാണ് ഇന്ത്യ ഭരിച്ചത് എന്ന അവസ്ഥയാണ് അന്ന് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് ബെൻസിലാലും വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയായിരുന്ന വിദ്യാചരൺ ശുക്ലയും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധാർത്ഥ ശങ്കറേയും SS റേ തുടങ്ങിയവരുടെ കിച്ചൺ ക്യാബിനറ്റിൻ്റെ ഭരണമാണ് പിന്നീട് കണ്ടത്. കുടുംബാസൂത്രണത്തിൻ്റെ പേരിൽ സഞ്ജയ് ഗാന്ധി ചെയ്തു കൂട്ടിയ തെമ്മാടിത്തരങ്ങളൊന്നും ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ചോദ്യം ചെയ്യാൻ ആരുമില്ലാതായതോടുകൂടി ഇയാളുടെ ധാർഷ്ട്യങ്ങൾ പിന്നെ 10 ഇരട്ടിയായി വളരുകയാണ് ചെയ്തത്. അക്കാലത്ത് സഞ്ജയ് ബ്രിഗേഡ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥ പോലും കോൺഗ്രസ്സിലുണ്ടായി. സഞ്ജയ് ഗാന്ധിയുടെ ആരാധനയുടെ മൂർത്തിമത് ഭാവമാണ് പിന്നീട് കാണാൻ ഇടയായത്. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി എന്ന നിലയിൽ വിദ്യാചരൺ ശുക്ല സഞ്ജയ് ഗാന്ധിക്ക് വേണ്ടിയാണ് ദൂരദർശനെയും ആകാശവാണിയെ ഉപയോഗപ്പെടുത്തിയത്. ആ ഒരു വർഷക്കാലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 1975 തൊട്ട് 76 വരെയുള്ള ഒരു വർഷക്കാലത്തിനിടയിൽ 192 തവണയാണ് സഞ്ജയ് ഗാന്ധിയുടെ വാർത്തകൾ ആകാശവാണി റിലേ ചെയ്തത്. അതായത് 2 ദിവസത്തിൽ ഒരിക്കൽ സഞ്ജയ് ഗാന്ധിയെക്കുറിച്ചുള്ള വാർത്ത ആകാശവാണി റിലേ ചെയ്യും. ദൂരദർശൻ അത്ര വ്യാപകമായിട്ടുണ്ടായിരുന്നില്ലെങ്കിലും അത് പ്രചാരമുണ്ടായിരുന്നിടത്തെല്ലാം 265-ലേറെ ദൃശ്യചിത്രങ്ങളാണ് സഞ്ജയ് ഗാന്ധിക്ക് വേണ്ടി ഒരുക്കിയത്. ഫിലിംസ് ഡിവിഷൻ സഞ്ജയ് ഗാന്ധിയെപ്പറ്റി ഒരു ഡോക്യുമെൻ്ററി തന്നെ തയ്യാറാക്കി ഇന്ത്യയിലെ മുക്കും മൂലയിലും പ്രദർശിപ്പിച്ചു. അങ്ങനെ സഞ്ജയ് ഗാന്ധി ആരാധിക്കപ്പെടുകയായിരുന്നു. താരാരാധനയോളം എത്തിയ സഞ്ജയ് ഗാന്ധി ആരാധന പിൽക്കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തീർന്ന VP സിംഗും ആരിഫ് മുഹമ്മദ് ഖാനും എല്ലാം സഞ്ജയ് ബ്രിഗേഡിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ സഞ്ജയ് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായി
വളർന്നപ്പോൾ സഞ്ജയ് ഗാന്ധി സന്ദർശിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം മുഖ്യമന്ത്രിമാർ തന്നെ സ്വീകരിക്കാൻ വരണം എന്ന നില വരെ എത്തി. അത്തരമൊരു ഘട്ടത്തിലാണ് രാജസ്ഥാനിലെ ജയ്പൂർ സന്ദർശിക്കുമ്പോൾ സഞ്ജയ് ഗാന്ധിയെ സ്വീകരിക്കാൻ അന്നത്തെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഹർദേവ് ജോഷി അദ്ദേഹത്തിന് വേണ്ടി 501 കമാനങ്ങളാണ് സഞ്ജയ് ഗാന്ധിയുടെ കമാനങ്ങളാണ് ജയ്പൂർ നഗരത്തിലെ എമ്പാടും സ്ഥാപിച്ചത്. ഒരിക്കൽ ലക്നൗ വിമാനത്താവളത്തിൽ വെച്ച് സഞ്ജയ് ഗാന്ധിയുടെ ചെരുപ്പ് കാലിൽ നിന്ന് ഊരിപ്പോകുമ്പോൾ ആ ചെരുപ്പ് പിടിച്ചെടുത്ത് കൊടുക്കാൻ വേണ്ടി നേതാക്കന്മാർ തമ്മിലുള്ള മത്സരമായിരുന്നു നടന്നത്. ഒടുവിൽ ആ മത്സരത്തിൽ ജയിച്ചത് HN ബഹുഗുണയാണ്. ഹൈമോദി നന്ദൻ ബഹുഗുണയാണ് ചെരുപ്പ് പിടിച്ചെടുക്കുന്നതിൽ വിജയിച്ചത്. ഈ രീതിയിലുള്ള ആരാധനയുടെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിൽ സഞ്ജയ് ഗാന്ധി കുടുംബാസൂത്രണം എന്ന പേരിൽ കാട്ടിക്കൂട്ടിയ തോന്നിയാസങ്ങൾ അന്ന് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിക്കകത്ത് ഇന്ദിരാഗാന്ധിക്കോ സഞ്ജയ് ഗാന്ധിക്കോ അപ്രീതിയുള്ള എന്തെങ്കിലും പറയാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. മറ്റൊന്നും കൊണ്ടല്ല, എന്തെങ്കിലും പറഞ്ഞാൽ പുറത്തു വെച്ച് നല്ല അടി കിട്ടുമായിരുന്നു എന്ന അവസ്ഥ പോലും ഉണ്ടായതായി പ്രശസ്ത മാധ്യമപ്രവർത്തകർ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും സ്വന്തം വിമാനം പറത്തി ആകാശത്ത് അഭ്യാസം കാണിക്കുക എന്നതായിരുന്നല്ലോ സഞ്ജയ് ഗാന്ധിയുടെ ഇഷ്ടവിനോദം. അങ്ങനെ സ്വന്തം വിമാനം പറത്തി ആകാശത്ത് അഭ്യാസം കാണിക്കുന്നതിനിടയിലാണ് സഞ്ജയ് ഗാന്ധിയുടെ ദാരുണമായ അന്ത്യമുണ്ടായത്. അതിനുശേഷം 1971 റായ്ബറേലിയിൽ നിന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിനെ അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസ് ജഗ്മോഹൻലാൽ സിൻഹ റദ്ദാക്കിയതിനെ തുടർന്ന് ആ ഹൈക്കോടതി വിധിയെ സുപ്രീം കോടതി ഉപാധികളോടുകൂടിയാണ് സ്റ്റേ ചെയ്തത്. ആ ഉപാധികളിൽ ഇന്ദിരാഗാന്ധിക്ക് പാർലമെൻറ്റിൽ വോട്ടവകാശം ഇല്ലാത്ത സ്ഥിതി വരികയും 1975 ജൂൺ 25 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. രസകരമായൊരു കാര്യം, അടിയന്തരാവസ്ഥ പ്രമേയം പാർലമെൻറ്റിൽ പാസ്സാക്കിയ ജഗ്ജീവൻ റാം തന്നെ അവതരിപ്പിച്ചത് സാക്ഷാൽ ജഗ്ജീവൻ റാമാണ്. ആ ജഗ്ജീവൻ റാം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്ന പാർട്ടി ഉണ്ടാക്കി ഇന്ദിരാഗാന്ധിയെ തള്ളിപ്പറഞ്ഞു. എന്തായാലും 77 തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് അന്ന് ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കും കിട്ടിയത്. ഇന്ദിരാഗാന്ധി രാജ്നാരായണനോട് അമേഠിയിൽ തോറ്റു, റായ്ബറേലിയിൽ തോറ്റു. സഞ്ജയ് ഗാന്ധി അമേഠിയിലും 75,000-ലേറെ വോട്ടുകൾക്ക് തോറ്റു. അതിനുശേഷം വീണ്ടും ഇന്ദിര ശക്തി ആർജിക്കുന്നത് 80കളിലാണ്. രസകരമായൊരു കാര്യം, അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരയെ തള്ളി പറഞ്ഞവരെല്ലാം 80കളായപ്പോഴേക്കും ഇന്ദിരാഗാന്ധിയുടെ ക്യാമ്പിൽ തന്നെ ചേക്കേറി. ചിക്കമംഗ്ലൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ മത്സരിച്ച വീരേന്ദ്ര പാട്ടീൽ 80ൽ ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിലെത്തി. ആ രീതിയിലുള്ള മലക്കം മറിച്ചിലൊക്കെ പിന്നീടുണ്ടായി. എന്നാൽ സ്വന്തം വിമാനം പറത്തി ആകാശത്ത് അഭ്യാസം കാണിക്കുന്നതിനിടയിൽ സഞ്ജയ് ഗാന്ധി ദാരുണമായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അതോടെ ആ ഒരു അധ്യായം അടഞ്ഞെങ്കിലും 82 ജാനുവരിയിൽ ഇന്ദിരാഗാന്ധി തൻ്റെ മൂത്ത മകനെ പിടിച്ച് AICCയുടെ ജനറൽ സെക്രട്ടറിയാക്കി. അങ്ങനെയാണ് രാജീവ് ഗാന്ധി, രാഷ്ട്രീയത്തിൽ അന്ന് വരെ ഉണ്ടാകാതിരുന്ന രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിലെത്തപ്പെടുന്നത്. പിന്നീട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ തോക്കുമ്പോഴൊക്കെ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കാലത്തിന് ശേഷം കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ തോക്കുമ്പോഴൊക്കെ കേട്ടിരുന്നത് രാഹുലിനെ വിളിക്കൂ എന്ന മുദ്രാവാക്യമായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഹുൽ വന്നു കഴിഞ്ഞ് നടത്തിയ 95-ലേറെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റു. പക്ഷേ രാഹുലിൻ്റെ അപ്പോൾ വന്ന വിളി പ്രിയങ്കയെ വിളിക്കൂ എന്നായിരുന്നു. പ്രിയങ്കയെക്കുറിച്ചുള്ള അവദാനങ്ങളിൽ നമ്മൾ കേട്ടത് അമ്മയുടെ പോലത്തെ ഹെയർ സ്റ്റൈല്, അമ്മുമ്മയുടെ പോലത്തെ ഹെയർ സ്റ്റൈല്, അമ്മുമ്മയുടെ പോലത്തെ പുഞ്ചിരി, അമ്മുമ്മയുടെ പോലത്തെ മൂക്ക് എന്നൊക്കെ വരെ അവദാനങ്ങൾ കേട്ടിരുന്നു. പ്രിയങ്ക വന്നാൽ കോൺഗ്രസ് രക്ഷപ്പെടും എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ അഴിച്ചുവിട്ടു. എന്തായാലും ഏറ്റവും ഒടുവിൽ നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും പ്രിയങ്ക കോൺഗ്രസ് ഐയുടെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷമാണ് ഏറ്റവും ഒടുവിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് തോക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത് കുടുംബവാഴ്ചയെക്കുറിച്ചുള്ള ഏറ്റവും സജീവമായ ചർച്ച വരുന്നത് അഹമ്മദ് പട്ടേലിൻ്റെ മകൻ ഫൈസൽ പട്ടേൽ ഈ കുടുംബവാഴ്ച അവസാനിക്കേണ്ടതാണെന്നും ഒരു പ്രത്യേക കുടുംബത്തിൻ്റെ പേരിൽ കുടുംബാവകാശി എന്നതിൻ്റെ പരമ്പരാഗത അവകാശി എന്ന പേരിൽ ദായക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ വരുന്നത് അഭികാമ്യമല്ല എന്നും തുറന്നടിക്കാനുള്ള ധൈര്യം ശശി തരൂരിന് ശേഷം കാണിച്ചത് ഫൈസൽ പട്ടേലാണ്. എന്തായാലും ഫൈസൽ പട്ടേലിൻ്റെ അഭിപ്രായ പ്രകടനത്തെ തുടർന്ന് ഇത് വീണ്ടും ചർച്ചയായിട്ടുണ്ട്. ഫൈസൽ പട്ടേലിൻ്റെ ഒരു ലെഗസിയെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. വടക്കേ ഇന്ത്യയിൽ
1977 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അമ്പേ തകർന്നടിഞ്ഞപ്പോഴും ഒഴുക്കിനെതിരെ നീന്തി സ്വന്തം വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ജയിച്ചു കയറാൻ കഴിഞ്ഞ നേതാക്കളിൽ ഒരാളാണ് അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന അഹമ്മദ് പട്ടേൽ. ഓർക്കണം, 1977 തെരഞ്ഞെടുപ്പിൽ അർജുൻ സിംഗ് തോൽക്കുന്നു, ബെൻസിലാൽ തോക്കുന്നു, പ്രണാബ് കുമാർ മുഖർജി മാൾഡയിൽ തോക്കുന്നു, ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും തോക്കുന്നു. മധ്യപ്രദേശിലെ 40 സീറ്റിൽ 39ലും കോൺഗ്രസ് തോറ്റു. ഒറ്റ സീറ്റിൽ, ഗുണ എന്ന ഒരൊറ്റ സീറ്റിലാണ് കോൺഗ്രസ് സ്വതന്ത്രനായി മത്സരിച്ച് കോൺഗ്രസ് പിന്തുണച്ച മാധവറാവ് സിന്ധ്യയ്ക്ക് മാത്രം ജയിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ തെക്കേ ഇന്ത്യ പൊതുവെ കോൺഗ്രസിനൊപ്പം നിന്നപ്പോഴും വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിനെതിരായ വലിയ കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞ അപൂർവം കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് അഹമ്മദ് പട്ടേൽ. ഗുജറാത്തിൽ നിന്ന് ജയിച്ച രണ്ട് കോൺഗ്രസ്സുകാരിൽ ഒരാൾ അഹമ്മദ് പട്ടേലായിരുന്നു. അദ്ദേഹം 1977 ബറൂച്ചിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നെ അദ്ദേഹത്തോടൊപ്പം 1977 തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരേ ഒരു കോൺഗ്രസ്സുകാരൻ പിൽക്കാലത്ത് ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ട എഹ്സൻ ജാഫ്രിയാണ്. പിന്നീട് 80ലും 84ലും അഹമ്മദ് പട്ടേൽ സ്വന്തം വ്യക്തിത്വം ഉയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു കയറുന്നുണ്ട്. പിന്നീട് അഹമ്മദ് പട്ടേൽ സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ രാഷ്ട്രീയത്തെക്കുറിച്ചും കോൺഗ്രസിനെക്കുറിച്ചും യാതൊരു ധാരണയും ഇല്ലാതിരുന്ന സോണിയാഗാന്ധിക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നേരിട്ട് കോൺഗ്രസ് പ്രസിഡന്റായ സോണിയാഗാന്ധിക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കുറേയൊക്കെ കാര്യങ്ങൾ നീക്കാൻ കഴിഞ്ഞത് അഹമ്മദ് പട്ടേലിനെ പോലത്തെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഊർജ്ജസ്വലമായ പിന്തുണ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. ആ അഹമ്മദ് പട്ടേലിനെ അദ്ദേഹം 2020 മരിക്കുന്നത്. തൻ്റെ പിതാവിനെ രാഹുൽ ഗാന്ധി അവഗണിക്കുകയായിരുന്നു എന്നുകൂടി ഫസൽ പട്ടേൽ ഇപ്പോൾ പ്രതിഷേധ രൂപത്തിൽ അറിയിക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിലെ കുടുംബവാഴ്ച അവസാനിക്കണം. ഈ രാഷ്ട്രീയത്തിലെ ഒരു ഭീഷണിയാണ് വ്യക്തികളോടുള്ള ആരാധന എന്ന അംബേദ്കറുടെ പ്രസിദ്ധമായ ആ മുന്നറിയിപ്പ് ഇപ്പോഴും പ്രസക്തമാണ്. മിക്ക പ്രതിപക്ഷ പാർട്ടികളും 3ാം തലമുറ 4ാം തലമുറ കുടുംബ ഭരണത്തിലാണ്, കുടുംബ നേതൃത്വത്തിൻ്റെ കയ്യിലാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. മിക്ക പാർട്ടികളും ഇപ്പോൾ ഇന്ത്യയിൽ ശക്തമായ ആന്തരിക ജനാധിപത്യമുള്ള അണികളിൽ നിന്ന് നേതാക്കന്മാർ ഉയർന്നു വരുന്ന കുടുംബവാഴ്ച ഇല്ലാത്ത പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരണം. അവ ആന്തരികമായി ജനാധിപത്യവും പ്രത്യയശാസ്ത്രപരമായ ബോധ്യമുള്ളതാകണം. ജാതിയെ വലിയ നിക്ഷേപമായി കാണുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളല്ല നമുക്ക് വേണ്ടത്, മറിച്ച് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്ന പ്രതിപക്ഷ പാർട്ടികൾ. ആന്തരിക ജനാധിപത്യമുള്ള, ജാതിയെ നിക്ഷേപമായി കാണാത്ത, കുടുംബവാഴ്ചയില്ലാത്ത പ്രതിപക്ഷ പാർട്ടികൾ ഇല്ലാത്തിടത്തോളം കാലം ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ ഭീഷണിയൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫലപ്രദമായ ജനാധിപത്യം ഉയർന്നു വരികയും പ്രതിപക്ഷ പാർട്ടികൾ ജനാധിപത്യത്തെ പൂർണ്ണമായി സ്വാംശീകരിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യം കൂടുതൽ ഫലപ്രദമായി പ്രതിപക്ഷത്തിന് ഫലപ്രദമായ റോളുകൾ നിർവഹിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ആന്തരിക ജനാധിപത്യമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഉയർന്നു വരികയും പ്രതിപക്ഷ പാർട്ടികളിൽ കുടുംബാധിപത്യം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന് ഫലപ്രദമായി ഇടപെടാൻ കഴിയുകയുള്ളൂ എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അക്കാര്യത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം നിരാശയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംസാരം നിർത്തുന്നു. നമസ്കാരം.